Good morning, ma'am. 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 Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തേ? ഏത് ചാപ്റ്റർ ആയിരുന്നു എടുത്തോണ്ടിരുന്നേ? ഓർക്കുന്നോ? ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്ക് കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ, അപ്പൊ പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 7th ചാപ്റ്റർ കേട്ടോ, ഡയറ്ററി സർവീസസ്. 7th ചാപ്റ്റർ ആണ് കേട്ടോ, ഡയറ്ററി സർവീസസ്. ഓക്കെ, അപ്പൊ എന്താണ് ഒരു ഡയറ്ററി സർവീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെയായിരിക്കും കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോ എന്ത് കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും? ഫുഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. അവരുടെ ഫുഡ്, അവിടുത്തെ ഇൻപേഷ്യൻസുമായി ബന്ധപ്പെട്ട്, മറ്റ് ഔട്ട് പേഷ്യൻസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവരുടെ ഡയറ്റ് കൗൺസിലിങ്ങുകളുമായി ബന്ധപ്പെട്ട്, ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. ജനറൽ ആയിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ട് അല്ലെ, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഡയറ്ററി സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇവിടെയും അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട ആ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ്, എന്താണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട അവരുടെ റോൾസ് എന്തൊക്കെയാണ്, അതുപോലെ അവിടുത്തെ ആ ഒരു ലൊക്കേഷൻ എവിടെയായിരിക്കണം, അതിന്റെ സ്റ്റാഫിംഗ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുള്ളൂ. ചെറിയ ചാപ്റ്റർ ആണ്, കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ, പക്ഷെ ഉള്ളത് വൃത്തിയായിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ അതില് ചാപ്റ്റർ 7 ഡയറ്ററി സർവീസസിന്റെ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ഭാഗമാണ്. ഇൻട്രൊഡക്ഷനില് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, hospital dietary services is a service that meet the needs of patients coming from outside inpatient, given nutrition recommendations and food counseling based on their needs while taking their disease kind and nature into consideration. ഇവിടെ hospital dietary service എന്ന് പറയുമ്പോൾ is a service, ഒരു സപ്പോർട്ടിംഗ് സർവീസ് ആണ് ഹോസ്പിറ്റൽ അല്ലെ. that meet the needs of patients, പേഷ്യൻസിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായിട്ട് അല്ലെ. അതായത് പുറത്തു നിന്ന് ഒരു ഔട്ട്സൈഡ് ആയിട്ട്, അതായത് ഒരു ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ള വ്യക്തികളായിക്കോട്ടെ, ഒരു ഇൻപേഷ്യന്റ് ആയിട്ടുള്ള വ്യക്തികളായിക്കോട്ടെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻ റെക്കമെൻഡേഷൻസ് അല്ലെ, അവരുടെ പോഷകാഹാരങ്ങളുമായി ബന്ധപ്പെട്ട ശുപാർശകൾ നടത്തുന്നു, ഫുഡ് കൗൺസിലിങ്ങുകൾ നടത്തുന്നു. ബേസ്ഡ് ഓൺ ദെയർ, എന്തിനെ അനുസൃതമാക്കിയാണ്? ഓരോ വ്യക്തികളുടെയും മെഡിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും ഇല്ലേ. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ കൗൺസിലിങ്ങുകളാണോ നമ്മൾ കൊടുക്കുക? അല്ല അല്ലെ. ഓരോ പേഷ്യൻസിന്റെയും മെഡിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്, ശരിയല്ലേ. അപ്പൊ അവരുടെ രോഗാവസ്ഥ എന്താണ്, അതുപോലെ the nature into its consideration, ആ രോഗത്തിന്റെ സ്വഭാവം എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അവരുടെ ആവശ്യകതകൾ എന്താണ്, അവരുടെ ബോഡിയില് ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട നീഡ്സ് അല്ലെങ്കിൽ ആവശ്യകതകൾ എന്താണ്, ഏത് തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് അവർക്ക് ആവശ്യമായി വരുന്നത്. അപ്പൊ അവരുടെ ആ ഒരു രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് പല ഭക്ഷണങ്ങളും നമുക്ക് കഴിക്കാൻ പറ്റാത്തതുണ്ട്, ശരിയല്ലേ. ചില കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്, ശരിയല്ലേ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മള് പേഷ്യൻസിന് എന്ത് കൊടുക്കാനായിട്ട്. ഒരു ഔട്ട് പേഷ്യന്റ് ആയിക്കോട്ടെ, ഇൻപേഷ്യന്റ് ആയിക്കോട്ടെ, അവർക്ക് അവരുടെ ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നു, ഫുഡുമായി ബന്ധപ്പെട്ട കൗൺസിലിങ്ങുകളൊക്കെ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞാൽ ഇതൊരു സപ്പോർട്ടീവ് സർവീസ് ആണ്. ഹോസ്പിറ്റൽ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെ പേഷ്യൻസിന്റെ ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട, പോഷകാഹാരങ്ങളുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ നിറവേറ്റി നൽകുന്നുണ്ട്. അതിപ്പോ ഔട്ട് പേഷ്യന്റ് ആയിക്കോട്ടെ, ഇൻപേഷ്യൻസ് ആയിക്കോട്ടെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷണൽ റെക്കമെൻഡേഷൻസ് അല്ലെ, ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട ശുപാർശകൾ നൽകുന്നുണ്ട്. അവർക്ക് ആവശ്യമായ ഫുഡ് കൗൺസിലിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബേസ്ഡ് ഓൺ ദിയർ നീഡ്സ് വൈൽ ടേക്കിംഗ് ദിയർ ഡിസീസ് കൈൻഡ്, അവരുടെ രോഗാവസ്ഥ എന്താണ്, അവരുടെ രോഗത്തിന്റെ സ്വഭാവം എന്താണ്. അപ്പൊ ഓരോ വ്യക്തിക്കും വ്യത്യസ്ത രീതിയിലുള്ള
കൗൺസിലിങ്ങുകളും ആവശ്യകതകളും റെക്കമെൻഡേഷൻസും ആയിരിക്കും കിട്ടുക അല്ലെ. ഓരോ വ്യക്തികളുടെയും അവരുടെ രോഗത്തിന്റെ സ്വഭാവം, ഏത് രോഗത്തിന്റെ നേച്ചർ എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള രോഗാവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും അത് പരിഗണിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള ന്യൂട്രീഷണൽ റെക്കമെൻഡേഷൻസും ഫുഡ് കൗൺസിലിങ്ങുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഇത്? മനസ്സിലായോ ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്താണുള്ളത്? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് hospital supporting service assisting in the restoration of health through diet created using science. അപ്പൊ നമുക്കറിയാം ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവ് സർവീസ് തന്നെയാണ്. ആ അസിസ്റ്റിംഗ് ഇത് എന്തിനെ സഹായിക്കുന്നു? നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. എന്തിലൂടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാനായി ഒരു ഡിപ്പാർട്ട്മെന്റ് സഹായിക്കുന്നേ? എന്തിലൂടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാ? എന്ത് ഫോളോ ചെയ്യാനാ നമ്മളോട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പറയാറ്? എന്ത് ഫോളോ ചെയ്യാനാ പറയാറ്? ഡയറ്റ് അല്ലെ. ഡയറ്റ് അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണക്രമം ക്രിയേറ്റഡ് യൂസിങ് സയൻസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി രൂപപ്പെടുത്തിയിട്ടുള്ള, അതായത് അവരുടെ രോഗത്തിന്റെ ആ ഒരു രോഗിയുടെ രോഗാവസ്ഥകളും അവരുടെ രോഗത്തിന്റെ സ്വഭാവവും എല്ലാം മനസ്സിലാക്കി അതിനനുസൃതമായിട്ട് ശാസ്ത്രീയമായി രൂപപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു ഭക്ഷണക്രമം പാലിക്കുന്നതിലൂടെ അവരുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. എന്താ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞേ? ഇറ്റ് ഇസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഹോസ്പിറ്റൽ സപ്പോർട്ടീവ് സർവീസസ് അസിസ്റ്റിംഗ് ഇൻ ദ റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഡയറ്റ് ക്രിയേറ്റഡ് യൂസിംഗ് സയൻസ്. ശാസ്ത്രീയമായി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു ഭക്ഷണക്രമത്തിലൂടെ നമുക്ക് പേഷ്യൻസിന്റെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ഇൻ ദ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്താണെന്നും ചോദിക്കാറുണ്ട്. ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ആ ഒരു ഭാഗം എന്തായാലും വ്യക്തമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ. Then next point, educating the patients who are receiving treatment at the hospital regarding the use and benefit of various foods and healthy diet. എന്താണ് ഒരു ഹെൽത്തി ഡയറ്റ് എന്നാണ് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ പേഷ്യൻസിനെ നമ്മുടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലൂടെ റിസീവിംഗ് ട്രീറ്റ്മെന്റ്, പേഷ്യൻസിന് ആ ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെന്റ് സ്വീകരിക്കുന്ന പേഷ്യൻസ്, അതിപ്പോ ഔട്ട് പേഷ്യന്റ് ആയിക്കോട്ടെ ഇൻ പേഷ്യന്റ് ആയിക്കോട്ടെ, ആ ഹോസ്പിറ്റലിൽ നിന്ന് അവര് ട്രീറ്റ്മെന്റുകൾ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ആ ഒരു ഫുഡ് ഏതൊക്കെ തരത്തിലുള്ള ഫുഡുകൾ ഉപയോഗിക്കാം, അതിന്റെ ആ ഒരു ഉപയോഗിക്കുന്ന ഭക്ഷണത്തിന്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഒരു ഹെൽത്തി ഡയറ്റ് എന്താണ്, ഇതിനെ കുറിച്ചൊക്കെ ഒരു എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വഴി നൽകുന്നുണ്ട്. എഡ്യൂക്കേറ്റിംഗ് ദ പേഷ്യന്റ് who are receiving treatment at the hospital regarding use and benefit of various foods and healthy diet. അപ്പോൾ ഒരു നല്ല ആരോഗ്യകരമായ ഒരു ഭക്ഷണക്രമത്തെ കുറിച്ചും അതുപോലെ തന്നെ പല ഭക്ഷണങ്ങളുടെയും ഉപയോഗത്തെ കുറിച്ചും അതിന്റെ ബെനിഫിറ്റ്സ് നമ്മുടെ ഹെൽത്തിനുണ്ടാവുന്ന അതിന്റെ പ്രാധാന്യങ്ങളെ കുറിച്ചും ഒക്കെയുള്ള ആ ഒരു എഡ്യൂക്കേഷൻസ് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഓരോ പേഷ്യൻസിനും ശരിയായ ബോധവൽക്കരണങ്ങൾ നൽകാനും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കുന്നുണ്ട്. ഇനി എന്താണ് ഒരു ഹെൽത്തി ഡയറ്റ് എന്നാണ് നമ്മൾ ഇനി ആ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ചോദിക്കാറുണ്ട് കേട്ടോ, ഹെൽത്തി ഡയറ്റ് എന്താണെന്നുള്ളത്. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. That contains adequate amount of all the necessary nutrients required for healthy growth and activity. നല്ല ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ എല്ലാ പോഷകങ്ങളും മതിയായ അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഭക്ഷണക്രമത്തെയാണ് നമ്മൾ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. ഒരു ഹെൽത്തി ഡയറ്റ് എന്താണ്? കണ്ടെയ്ൻസ് adequate amount of all the necessary nutrients required for healthy growth and activity. ആരോഗ്യകരമായ വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും മതിയായ അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണക്രമം അല്ലെങ്കിൽ ഒരു ഡയറ്റിനെയാണ് നമ്മൾ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. A nutritious diet
ഈസ് ദ വൺ that promote or maintain good health. അപ്പൊ നല്ലൊരു പോഷകാഹാരം അല്ലെങ്കിൽ നല്ല പോഷകപ്രദമായിട്ടുള്ള ഒരു ഭക്ഷണക്രമമാണ് നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതെങ്കിൽ അത് നമ്മുടെ നല്ലൊരു ആരോഗ്യത്തെ നിലനിർത്തുകയോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കാം. മിസ് ഒന്നുകൂടി പറയാണ് കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നമ്മൾ ഒരു ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്താണ് എന്നാണ് പറഞ്ഞത്. ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞാൽ ഇസ് എ സർവീസ്, ഇതൊരു സേവനമാണ്. ഹോസ്പിറ്റൽ നൽകുന്ന ഒരു സേവനമാണ്. എന്തിനു വേണ്ടിയിട്ട്? ദാറ്റ് മീറ്റ് ദ നീഡ്സ് ഓഫ് പേഷ്യൻസ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് ഇൻപേഷ്യന്റ് ഗിവൺ ന്യൂട്രീഷൻ റെക്കമെൻഡേഷൻസ് അല്ലെ. ഇൻപേഷ്യൻസ് ആയിക്കോട്ടെ ഔട്ട് പേഷ്യൻസ് ആയിക്കോട്ടെ അവർക്ക് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള അവരുടെ ആവശ്യകതകൾ നിറവേറ്റുന്ന രീതിയിൽ ആ പേഷ്യൻസിന്റെ ഓരോരുത്തരുടെയും രോഗാവസ്ഥ എന്താണ്, രോഗത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് പരിഗണിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആവശ്യമായ ന്യൂട്രീഷണൽ റെക്കമെൻഡേഷൻസും ഫുഡ് കൗൺസിലിങ്ങുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അത് എന്താണ്? അസിസ്റ്റിംഗ് ഇൻ ദ റീസ്റ്റോറേഷൻ ഓഫ് ദ ഹെൽത്ത് ത്രൂ ഡയറ്റ്സ് ക്രിയേറ്റഡ് യൂസിങ് സയൻസ്. ശാസ്ത്രീയമായി ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഭക്ഷണക്രമത്തിലൂടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു സപ്പോർട്ടീവ് സർവീസ് കൂടിയാണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വരുന്ന ആ ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെന്റ് സ്വീകരിക്കുന്ന ഓരോ പേഷ്യൻസിനും മതിയായ അളവിൽ അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്, അവർ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഉപയോഗിക്കുന്നത്, ഓരോ ഭക്ഷണങ്ങളുടെയും ബെനിഫിറ്റ്സ്, ഹെൽത്തുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രയോജനങ്ങൾ എന്താണ് ഒരു ഹെൽത്തി ഡയറ്റ് മുതലായ കാര്യങ്ങളെ കുറിച്ച് പേഷ്യൻസിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ ബോധവൽക്കരണം നടത്തുന്നു. ഇനി എന്താണ് ഒരു ഹെൽത്തി ഡയറ്റ് എന്ന് ചോദിച്ചാൽ that contains adequate amounts of all the necessary nutrients required for healthy growth and activity. നല്ല ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും മതിയായ അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഭക്ഷണക്രമത്തെയാണ് നമ്മൾ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഡയറ്റ്, നല്ല പോഷകപ്രദമായിട്ടുള്ള ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഭക്ഷണക്രമമാണ് നമ്മൾ പാലിക്കുന്നതെങ്കിൽ that promote or maintain good health, നല്ലൊരു ആരോഗ്യത്തെ അത് പ്രൊമോട്ട് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ നിലനിർത്തുകയോ അതിലൂടെ ചെയ്യുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി ഇൻട്രൊഡക്ഷൻ ഭാഗം. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് ഒബ്ജക്റ്റീവ്സ്. ഈ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് വരാട്ടോ. ആ ഒരു ഭാഗം അങ്ങനെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണേ. നെക്സ്റ്റ് ഒബ്ജക്റ്റീവിൽ വരുന്നത് ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ്, ഡെലീഷ്യസ് ആൻഡ് healthy meals while retaining a high standard hygiene, production, delivery, sanitation to all the patient. ഇവിടെ നമുക്കറിയാം ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഭക്ഷണം, അതായത് പോഷകപ്രദവും അതുപോലെ വളരെ രുചികരവും അതുപോലെ ആരോഗ്യകരവുമായിട്ടുള്ള ഒരു ഭക്ഷണം അവിടെ പേഷ്യൻസിന് നൽകുന്നുണ്ട്. എല്ലാ പേഷ്യൻസിനും നമ്മൾ നൽകുന്നുണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വഴി. അങ്ങനെ നൽകുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിലനിർത്തേണ്ടത്?
ഹൈ സ്റ്റാൻഡേർഡ് ഹൈജീൻ, നല്ല ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ശുചിത്വം ആ ഒരു ഭക്ഷണം തയ്യാറാക്കുമ്പോഴും അത് വിതരണം ചെയ്യുന്ന സമയത്തും ആ ഒരു സാനിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു ഉയർന്ന ഗുണനിലവാരത്തിലുള്ള ആ ഒരു ഹൈജീൻ അല്ലെങ്കിൽ ആ ഒരു ശുചിത്വവും ആ ഒരു വൃത്തിയും ഒക്കെ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. അത് നിലനിർത്തിക്കൊണ്ടായിരിക്കണം ഭക്ഷണം തയ്യാറാക്കേണ്ടതും വിതരണം ചെയ്യേണ്ടതും. അത്തരത്തില് നല്ല രീതിയിലുള്ള ശുചിത്വവും വൃത്തിയൊക്കെ പാലിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഭക്ഷണങ്ങളും അതുപോലെ തന്നെ അതെങ്ങനെയായിരിക്കണം, ന്യൂട്രീഷ്യസ് ആയിരിക്കണം, പോഷകപ്രദമായിട്ടുള്ള, ഡെലീഷ്യസ് ആയിട്ടുള്ള, നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള, രുചികരമായിട്ടുള്ള ഹെൽത്തി മീൽസ്, നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ എല്ലാ പേഷ്യൻസിനും നൽകുക. അത് എന്ത് നിലനിർത്തിക്കൊണ്ടാണ് നൽകേണ്ടത്, ആ ഭക്ഷണം തയ്യാറാക്കുമ്പോഴും അത് വിതരണം ചെയ്യുമ്പോഴും കൃത്യമായിട്ടുള്ള ഒരു നല്ല നിലവാരത്തിലുള്ള ശുചിത്വവും വൃത്തിയും കീപ്പ് ചെയ്യുകയും വേണം. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്. കൃത്യമായിട്ട് വരുന്ന ഓരോ പേഷ്യൻസിന്റെയും അവരുടെ രോഗാവസ്ഥകൾ എന്താണെന്ന് വ്യക്തമായിട്ട് വിലയിരുത്തൽ നടത്തി അതിനനുസരിച്ച് അവർക്ക് ഡയറ്റ് പ്ലാനുകൾ തയ്യാറാക്കി നൽകുക. ഇതാണ് രണ്ടാമത്തെ, ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാൻ. കൃത്യമായിട്ട് വരുന്ന ഓരോ പേഷ്യൻസിനെയും ഇവാലുവേഷൻ നടത്തുന്നു, അതിനനുസരിച്ച് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഡയറ്റ് പ്ലാനുകൾ തയ്യാറാക്കി നൽകുന്നു. മൂന്നാമത്തത് കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്. അതുപോലെ തന്നെ വരുന്ന പേഷ്യൻസിന്റെ കലോറി നീഡ്സ്, അവരുടെ ബോഡിയുമായി ബന്ധപ്പെട്ട് അവർക്ക് കലോറി നീഡ്സ് എത്രത്തോളം ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട ന്യൂട്രീഷണൽ പരമായിട്ടുള്ള പരിചരണം എങ്ങനെയാണ് നൽകേണ്ടത് എന്ന് ആസൂത്രണം ചെയ്യുന്നു. മൂന്നാമത്തെ എന്താ, കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്. അവരുടെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് അവരുടെ കലോറി നീഡ്സ് എത്രത്തോളം, അവരുടെ ഭക്ഷണത്തിൽ എത്രത്തോളം കലോറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവശ്യകതകളുണ്ട്, അത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ച് അവർക്ക് ന്യൂട്രീഷണൽ പരമായിട്ടുള്ള ഒരു പരിചരണം എങ്ങനെയാണ് നൽകേണ്ടതെന്ന് ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു. നാലാമത്തത് പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷണൽ അസിസ്റ്റന്റ് ഫോർ പേഷ്യൻസ്. ഓരോ പേഷ്യൻസിനും ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ന്യൂട്രീഷണൽ പരമായ സഹായങ്ങൾ നൽകുക. Then OP and IP ഡയറ്റ് കൗൺസിലിംഗ്, ഔട്ട് പേഷ്യന്റ് ബേസിസിലും ഇൻപേഷ്യന്റ് ബേസിസിലും ഡയറ്റ് കൗൺസിലിംഗുകൾ പ്രൊവൈഡ് ചെയ്യുക. ലാസ്റ്റ് വൺ ആണ് ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. ഈ ഒരു ഡയറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ ഭക്ഷണങ്ങളും എന്തൊക്കെയാണ്, അതിന് നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഓരോ സ്റ്റാഫുകൾക്കും കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകുക. അത് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് ആ ഒരു ഓരോ ഭക്ഷണക്രമവും ഡയറ്റ് എന്താണ്, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ ഭക്ഷണങ്ങളും നമ്മുടെ ഹെൽത്തിനെ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്, എത്രത്തോളം പ്രയോജനം ഉണ്ടാക്കുന്നുണ്ട്, അതെങ്ങനെ തയ്യാറാക്കണം, അതുമായി ബന്ധപ്പെട്ട ഐറ്റംസുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും അവിടെയുള്ള സ്റ്റാഫുകൾക്ക് നൽകുക. ഇതെല്ലാം ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളാണ്. ഒന്നാമത് എന്താ പറഞ്ഞത്, വളരെ പോഷകപ്രദവും വളരെ രുചികരവും ആരോഗ്യപ്രദവുമായിട്ടുള്ള ഭക്ഷണങ്ങൾ പേഷ്യൻസിന് നൽകുക എന്നതാണ്. അത് എങ്ങനെയാണ് നൽകുന്നത്, അവിടെ എന്ത് നിലനിർത്തിക്കൊണ്ട് വേണം ആ ഭക്ഷണം തയ്യാറാക്കുമ്പോഴും അത് വിതരണം ചെയ്യുമ്പോഴും ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ആ ഒരു വൃത്തിയും അതുപോലെ തന്നെ ആ ഒരു ഹൈജീൻ, ശുചിത്വവും ഒക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം ആ ഭക്ഷണം തയ്യാറാക്കേണ്ടതും വിതരണം ചെയ്യേണ്ടതും. അങ്ങനെ തയ്യാറാക്കിയിട്ടുള്ള പോഷകപ്രദമായ ആരോഗ്യകരമായിട്ടുള്ള രുചികരമായിട്ടുള്ള ഭക്ഷണം എല്ലാ പേഷ്യൻസിനും നൽകുക എന്നതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത് കൃത്യമായിട്ട് വരുന്ന ഓരോ പേഷ്യൻസിനെയും വിലയിരുത്തൽ നടത്തുകയും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഡയറ്റ് പ്ലാനുകൾ തയ്യാറാക്കി നൽകുകയും ചെയ്യുന്നു. മൂന്നാമത്തത് ഓരോ പേഷ്യൻസിന്റെയും കലോറി നീഡ്സ് എത്രത്തോളമാണ്, അതിനനുസരിച്ച് അവർക്ക് ന്യൂട്രീഷണൽ കെയർ നമുക്ക് എങ്ങനെ കൊടുക്കാം, അതിനു വേണ്ടിയുള്ള ആസൂത്രണങ്ങൾ ചെയ്യുന്നു. നാലാമത്തത് പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷണൽ അസിസ്റ്റന്റ്. ഓരോ പേഷ്യൻസിനും ആവശ്യമാണെങ്കിൽ പേഴ്സണലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ബേസിസിൽ അവർക്ക് ആവശ്യമായ ന്യൂട്രീഷണൽ അസിസ്റ്റന്റുകളും പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ സഹായങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ ഇൻപേഷ്യന്റ് ബേസിസിലും ഔട്ട് പേഷ്യന്റ് ബേസിസിലും ഡയറ്റ് കൗൺസിലിംഗുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ലാസ്റ്റ് വൺ ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. ഓരോ ഡയറ്റിലും ഉൾപ്പെട്ടിട്ടുള്ള ഓരോ ഭക്ഷണങ്ങളും അതെങ്ങനെ അവരുടെ ഹെൽത്തിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ അഫക്ട് ചെയ്യുന്നു, അതിന്റെ പ്രയോജനങ്ങൾ എന്താണെന്നും കൃത്യമായിട്ട് അത് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്നും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ പരിശീലനങ്ങൾ അവിടെയുള്ള ഓരോ സ്റ്റാഫുകൾക്കും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഒബ്ജക്റ്റീവ്സ്.
ഇൻക്ലൂഡഡ് ആയ രീതി അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത രീതി എന്നൊക്കെ ചോദിച്ചു വരാട്ടോ. വായിച്ചോ? ക്ലിയർ ആണോ? ഒബ്ജക്റ്റ് ഈസ് ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് ഡയറ്റീഷ്യൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നതിനെ. ഡയറ്റീഷ്യൻസ് ആർ ഹെൽത്ത് പ്രൊഫഷണൽസ് ideally skilled in implementing and altering good routines of an individual or population. ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷന്റെയോ നല്ല ദിനചര്യകൾ, അത് നല്ല ദിനചര്യകൾ അവരിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ നടപ്പിലാക്കാനും അവരുടെ ഓൾറെഡി ഉണ്ടായിരുന്ന ദിനചര്യകളിൽ മാറ്റങ്ങൾ വരുത്താനും ഐഡിയലി സ്കിൽഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ കഴിവുകളുള്ള ആരോഗ്യ വിദഗ്ധരാണ് ഡയറ്റീഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ അണ്ടർലൈൻ ചെയ്തിട്ടേ ആ സെന്റൻസ്. ഡയറ്റീഷ്യൻസ് ആർ ഹെൽത്ത് പ്രൊഫഷണൽസ് ഐഡിയലി സ്കിൽഡ് ഇൻ ഇംപ്ലിമെന്റിംഗ് ആൻഡ് ഓൾട്ടറിംഗ് ഗുഡ് റൊട്ടീൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ പോപ്പുലേഷൻ. അപ്പൊ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷന്റെയോ നല്ല ദിനചര്യകൾ അല്ലെ, നല്ല റൊട്ടീൻസ് അല്ലെങ്കിൽ നല്ല ദിനചര്യകൾ അവരിൽ നടപ്പിലാക്കാനും അവരുടെ ഓൾറെഡി ഉണ്ടായിരുന്ന റൊട്ടീൻസ് അല്ലെങ്കിൽ ഡെയിലി റൊട്ടീൻസ് അല്ലെങ്കിൽ ദിനചര്യകളിൽ മാറ്റങ്ങൾ വരുത്താനും നല്ല രീതിയിൽ കഴിവുകളുള്ള ആരോഗ്യ വിദഗ്ധരെയാണ് നമ്മൾ ഡയറ്റീഷ്യൻസ് എന്ന് വിളിക്കുന്നത്. Then a dietitian is the one who manages the preparation of therapeutic or other diet for individuals or groups in hospitals, institutions, other establishments and for workers in particular sector. അവിടെ വരെയും നോക്കാം ട്ടോ. അപ്പൊ ഇവിടെ ഈ ഒരു ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞാല് ഇത് മാത്രമല്ല, ഹു മാനേജസ് ദ പ്രിപ്പറേഷൻ ഓഫ് എന്തൊക്കെ കാര്യങ്ങൾ കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഹു മാനേജസ് ദ പ്രിപ്പറേഷൻ ഓഫ് തെറാപ്യൂട്ടിക് അതർ ഡയറ്റ് ഫോർ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിക്കോ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ഹോസ്പിറ്റലിലെ ഒരു വ്യക്തിക്കാവാം, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലെ ആളുകൾക്കാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലെ വർക്കേഴ്സ്, ഒരു പ്രത്യേക സെക്ടറിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനാവാം, ചികിത്സയുടെ ഭാഗമായിട്ടുള്ള ഡയറ്റ് ആവാം, അല്ലെങ്കിൽ മറ്റു ഡയറ്റുകളുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് ആരാണത് മാനേജ് ചെയ്യുന്ന വ്യക്തി? ഡയറ്റീഷ്യൻ ആണ്. The dietitian is the one who manages the preparation of therapeutic or other diet. Therapeutic ചികിത്സാപരമായിട്ട് പേഷ്യൻസിന് കൊടുക്കുന്ന ഡയറ്റുകൾ ഉണ്ടാവാം, അല്ലാതെയും ആളുകൾ ഡയറ്റ് സ്വീകരിക്കാറുണ്ട് അല്ലെ. അപ്പൊ അത്തരം ഡയറ്റുകൾ തയ്യാറാക്കേണ്ടതും അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കേണ്ടതും ആരാണത് മാനേജ് ചെയ്യേണ്ട ആള്? ഒരു ഡയറ്റീഷ്യൻ ആണ്. ഇതിപ്പോ ഹോസ്പിറ്റലിലെ ഇൻഡിവിജ്വലോ ഗ്രൂപ്പുകളാവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലെ ആളുകളാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും വർക്കേഴ്സ് മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് ഒരു പർട്ടിക്കുലർ സെക്ടറിൽ ഒരു പ്രത്യേക മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടോ തെറാപ്യൂട്ടിക് പരമായിട്ട് ചികിത്സാപരമായിട്ടുള്ള ഡയറ്റ് ആവാം, അല്ലെങ്കിൽ അല്ലാത്ത ഡയറ്റോ തയ്യാറാക്കുന്നതിനെ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. Then he instructs in selection and proper preparation of food as per dietetic principles, discharges duties connected with the nutritional program, and may be liable for food purchasing on behalf of an organization or establishment. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഈ ഒരു ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾസ്, അതായത് കൃത്യമായ ഒരു ഭക്ഷണ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് ഹൈജീനും സാനിറ്റേഷനും ഒരു ക്ലീനിനെസ്സും ഒക്കെ അവിടെ കൃത്യമുള്ള ആ ഒരു തത്വം പാലിച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് തയ്യാറാക്കേണ്ടത്, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് സെലക്ട് ചെയ്യുന്നു. അത് പ്രോപ്പർ ആയിട്ട് അത് തയ്യാറാക്കുന്നതുമായ നിർദ്ദേശങ്ങളും നൽകേണ്ടത് ഒരു ഡയറ്റീഷ്യൻ ആണ്. അതുപോലെ തന്നെ ഡിസ്ചാർജസ് ദ ഡ്യൂട്ടീസ് കണക്റ്റഡ് വിത്ത് ന്യൂട്രീഷൻ പ്രോഗ്രാം. ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട പല പല പ്രോഗ്രാംസുകൾ ഹോസ്പിറ്റലുകളിൽ നടത്താറുണ്ട്. കണ്ടിട്ടില്ലേ? അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട് ഇല്ലേ? മെഡിക്കൽ ക്യാമ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്താറുണ്ട്. അപ്പൊ അതുപോലെ ന്യൂട്രീഷണൽ ഡേയ്സുമായി ബന്ധപ്പെട്ട ഇപ്പൊ മിക്ക ഡിപ്പാർട്ട്മെന്റ് ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, മിക്ക ഡിപ്പാർട്ട്മെന്റുകളും അവരുടെ പ്രത്യേകമായിട്ടുള്ള ദിവസങ്ങൾ വരുമ്പോൾ അവർ എന്ത് ചെയ്യും? സെലിബ്രേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ അത്തരത്തില്
ആ ഒരു ന്യൂട്രീഷണൽ പ്രോഗ്രാമുകൾ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ന്യൂട്രീഷണൽ പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് നടപ്പിലാക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതും ആ ഒരു ചുമതല ഏറ്റെടുക്കേണ്ടതും ഈ ഒരു ഡയറ്റീഷ്യന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ മേ ബി ലയബിൾ ഫോർ ഫുഡ് പർച്ചേസിംഗ് ഓൺ ബിഹാഫ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ്. ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമായിട്ട് ഫുഡ് പർച്ചേസ് ചെയ്യാം. അതായത് ഫുഡുമായി ബന്ധപ്പെട്ട ഈ ഡയറ്റുകൾ ഫോളോ ചെയ്യണമെങ്കിലും അതിന് ഫുഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിലും ഒരുപാട് ഫുഡ് ഐറ്റംസ് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. അത്തരം പർച്ചേസും കാര്യങ്ങൾക്കും ഒക്കെ ബാധ്യസ്ഥരായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ ഒരു ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പാരഗ്രാഫിൽ മുഴുവൻ ഡയറ്റീഷ്യനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഡയറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാല് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ്, ആരോഗ്യ വിദഗ്ധരാണ്, എന്തെല്ലാം നല്ല സ്കില്ലുള്ളവരാണ്. ഐഡിയലി സ്കിൽഡ് ഇൻ ഇംപ്ലിമെന്റിംഗ് ആൻഡ് ഓൾട്ടറിംഗ് ഗുഡ് റൂട്ടീൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ പോപ്പുലേഷൻ. ഒരു ഇൻഡിവിജ്വലിന്റെയോ പോപ്പുലേഷന്റെയോ നല്ല ദിനചര്യകൾ നടപ്പിലാക്കാനും ഓൾറെഡി ഉണ്ടായിരുന്ന ദിനചര്യകളിൽ മാറ്റം വരുത്താനും നല്ല രീതിയിൽ കഴിവുകളുള്ള ആരോഗ്യ വിദഗ്ധരെയാണ് നമ്മൾ ഡയറ്റീഷ്യൻസ് എന്ന് പറയുന്നത്. ആൻഡ് എ ഡയറ്റീഷ്യൻ ഇസ് ദ വൺ who manages the preparation of therapeutic or other diet for individuals or groups in a hospital, institution, other establishment and for workers in a particular sector. പ്രത്യേക മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ ഹോസ്പിറ്റലിലെ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനോ വേണ്ടി ചികിത്സാപരമായിട്ടുള്ള ഡയറ്റുകളാവാം, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഡയറ്റുകളോ തയ്യാറാക്കുന്നതിനെ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹി ഇൻസ്ട്രക്ട് ഇൻ സെലക്ഷൻ ആൻഡ് പ്രോപ്പർ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ആസ് പെർ ഡയറ്ററി പ്രിൻസിപ്പിൾ. കൃത്യമായ ഭക്ഷണ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ സെലക്ഷൻസ് തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടതും ഒക്കെ ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഈ ഒരു ഡയറ്റീഷ്യൻ ആണ് അതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതും അതിനനുസരിച്ച് ഭക്ഷണം ആവശ്യമായിട്ടുള്ള ശരിയായ രീതിയിൽ ഭക്ഷണം തിരഞ്ഞെടുക്കേണ്ടതും ശരിയായ രീതിയിൽ തയ്യാറാക്കേണ്ടതും. അടുത്തത് ഡിസ്ചാർജസ് ഡ്യൂട്ടീസ് കണക്റ്റഡ് വിത്ത് ന്യൂട്രീഷണൽ പ്രോഗ്രാം. ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ന്യൂട്രീഷണൽ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട ചുമതലകൾ വഹിക്കേണ്ടതും ഈ ഒരു ഡയറ്റീഷ്യന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ മേ ബി ലയബിൾ ഫോർ ദ ഫുഡ് പർച്ചേസിംഗ് ബിഹാഫ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ്. ആ ഒരു സംഘടന, ആ ഒരു സ്ഥാപനത്തിനുമായി ബന്ധപ്പെട്ട് ഡയറ്റുകൾ ഫോളോ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയും ഫുഡ് ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ബാധ്യസ്ഥതയും ഒരു ഡയറ്റീഷ്യന് തന്നെയായിരിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ പാരഗ്രാഫ്. ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. അത് ചോദിച്ചു കാണാറുണ്ടേ. ബാക്കി എല്ലാം ഡയറ്റീഷ്യന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്. ഒരു ഡയറ്ററി മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യമാണ് പറയുന്നത്. A healthy lifestyle can be obtained by sustaining a balanced diet and keeping in consideration to meet all the essential nutrients needed by the body. അപ്പൊ നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഒരു നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതശൈലി നമുക്ക് നിലനിർത്തണമെങ്കിൽ നമ്മൾ കീപ്പിംഗ് ഇൻ കൺസിഡറേഷൻ ടു മീറ്റ് ഓൾ ദ എസെൻഷ്യൽ ന്യൂട്രിയൻസ് നീഡഡ് ബൈ ദ ബോഡി. നമ്മുടെ ബോഡിക്ക് ആവശ്യമായ എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും എന്തൊക്കെയാണ്
അത് ആവശ്യമായിട്ടുള്ള എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും എന്തൊക്കെയാണെന്ന് ആദ്യം എന്ത് ചെയ്യാം, മനസ്സിലാക്കുക അല്ലെ. അതിന് പരിഗണന കൊടുത്തുകൊണ്ട് കീപ്പിംഗ് എ ബാലൻസ്ഡ് ഡയറ്റ്, ഒരു വളരെ സമീകൃതമായിട്ടുള്ള ഒരു ആഹാരം നിലനിർത്തുന്നതിലൂടെയാണ് നമുക്ക് നല്ലൊരു ആരോഗ്യകരമായ ജീവിതശൈലി നേടിയെടുക്കാൻ സാധിക്കുന്നത്. ആൻഡ് എ പ്രോപ്പർ മീൽ പ്ലാൻ ഹെൽപ്പ് ടു അച്ചീവ് ഐഡിയൽ ബോഡി വെയിറ്റ്. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു ഡയറ്റ് അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണക്രമം നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നല്ല ബോഡി വെയിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റില്ലേ? ഒരു ഐഡിയൽ ആയിട്ടുള്ള നമുക്ക് നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു ബോഡി വെയിറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ലേ? പറ്റുമോ? എത്ര പേരുണ്ട് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകള്? ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അത് കുറച്ച് ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ട് അന്ന് തുടങ്ങാം എന്ന് പറഞ്ഞ് തുടങ്ങി നിർത്തിയവരാണോ കൂടുതലും? ആണോ? വെയിറ്റ് ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഡയറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നിർത്തിയവരുണ്ടോ? ചെയ്തിരുന്നു. അതാണ് അല്ലെ, എല്ലാവരും കുറച്ച് ദിവസത്തേക്കൊക്കെ നമ്മൾ വലിയ എന്താണ് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടൊക്കെ ചെയ്യും അല്ലെ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ദിവസത്തേക്കല്ലേ അല്ലെ, 2 ദിവസത്തേക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് സ്കിപ്പ് ചെയ്യും അല്ലെ. പിന്നെ ഞങ്ങൾ ചെയ്യാതാവും അല്ലെ. ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ നമ്മൾ നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മീൽ പ്ലാൻ അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണക്രമം നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലോവർ ദ റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസസ്, ഡയബറ്റിസ്, കാർഡിയോവാസ്കുലർ, നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള്, മറ്റ് ടൈപ്പ് ഓഫ് ചില ക്യാൻസേഴ്സ് മുതലായവയൊക്കെ നമ്മൾ ഒരു പരിധി വരെയും അതിന്റെ അപകട സാധ്യതകളും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു പാരഗ്രാഫിൽ എന്താണ് ഒരു ഡയറ്ററി മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്? ഒരു നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതശൈലി നമുക്ക് നിലനിർത്തണമെങ്കിൽ നമ്മൾ അവിടെ നല്ലൊരു സമീകൃത ആഹാരം കൃത്യമായിട്ട് കീപ്പ് ചെയ്യണം. അതിന് എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം? നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കുകയും അത്തരത്തിൽ അനിവാര്യമായിട്ടുള്ള ന്യൂട്രിയൻസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീകൃത ആഹാരം കഴിക്കുന്നതിലൂടെ അല്ലെങ്കിൽ നിലനിർത്തുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ആരോഗ്യകരമായ ഒരു ജീവിതശൈലി നേടിയെടുക്കാൻ സാധിക്കും. അത്തരത്തിലൊരു നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണക്രമം നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് നല്ല മികച്ച ഒരു ബോഡി വെയിറ്റ് നിലനിർത്താനും അതുപോലെ ക്യാൻസർ, കാർഡിയോവാസ്കുലർ, നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഡയബറ്റിസ് മുതലായിട്ടുള്ള പലതരത്തിലുള്ള അപകടങ്ങളുടെയും ആ ഒരു റിസ്കിനെ നമുക്ക് കുറയ്ക്കാനും സാധിക്കും. വായിച്ചു നോക്കിയേ നെക്സ്റ്റ് വേഗം. കഴിഞ്ഞോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് എക്സാമ്പിൾ ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ്. കുറച്ച് ടൈപ്പ് ഓഫ് ഡയറ്റുകളുടെ എക്സാമ്പിളുകളാണ്. നിങ്ങൾ ഈ പേരൊക്കെ കേട്ട് കാണും അല്ലെ. ഓരോ ഡയറ്റുകൾ, കുറച്ച് ഡയറ്റുകളുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റുകളുടെ എക്സാമ്പിൾ ആണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് കാർഡിയാക് ഡയറ്റ്. ആ പേര് കൊണ്ട് തന്നെ അറിയാലോ എന്താണെന്നൊന്നും ചോദിക്കാറില്ല കേട്ടോ. കാർഡിയാക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു എക്സാമ്പിളുകളുടെ പേര് മാത്രമേ പഠിക്കാനുള്ളൂ. ഏത് പേഷ്യൻസിനാണ് ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ പ്രധാനമായിട്ടും സജസ്റ്റ് ചെയ്യുന്നത്? ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് അല്ലെ, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകള് പാലിക്കേണ്ടതായിട്ടുള്ള കൊളസ്ട്രോള്, ഫാറ്റ് മുതലായിട്ടുള്ള ഭക്ഷണം അതൊക്കെ കുറവുള്ള ഭക്ഷണങ്ങൾ അല്ലെ, അത്തരം കാര്യങ്ങളൊക്കെ കുറവായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫുഡ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭക്ഷണക്രമമാണ് കാർഡിയാക് ഡയറ്റ്. അപ്പൊ അത് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുള്ള ആളുകള് പ്രധാനമായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് ആണ് കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് റീനൽ ഡയറ്റ് എന്നാണ് കേട്ടോ. അവിടെ നിങ്ങളുടെ കറക്റ്റ് ആയിരിക്കും. റീനൽ ഡയറ്റ് എന്ന് പറയുമ്പോൾ എന്തുമായി ബന്ധപ്പെട്ട? വെരി ഗുഡ്, കിഡ്നിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളവർക്ക് അല്ലെ. ഇപ്പൊ കിഡ്നി ഫെയിലിയർ സംഭവിച്ചവർക്ക്, ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് മുതലായ ആളുകള് ഫോളോ ചെയ്യേണ്ട ഡയറ്റ് ആണ് റീനൽ ഡയറ്റ്. അപ്പൊ അവരുടെ ബോഡിയിലെ ആ ഒരു ഫ്ലൂയിഡ് ബാലൻസും കാര്യങ്ങളൊക്കെ നിലനിർത്തുന്ന രീതിയിൽ ഉൾപ്പെടുത്തുന്ന ഈ ഭക്ഷണക്രമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറ്റ് ആണ് റീനൽ ഡയറ്റ്. പലരും കിഡ്നി ഡയറ്റ് എന്ന് കൂടി ഇതിന് അറിയപ്പെടാറുണ്ട് കേട്ടോ. റീനൽ ഡയറ്റ് അല്ലെങ്കിൽ കിഡ്നി ഡയറ്റ് എന്ന് ചോദിച്ചാൽ ഒന്ന് തന്നെയാണ്. പേരിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ.
മൂന്നാമത്തത് ലോ സോഡിയം ഡയറ്റ്. എന്തായാലും എന്താ പേരിൽ നിന്ന് അറിയാലോ, ലോ സോഡിയം അല്ലെ, സോഡിയത്തിന്റെ അളവ് കുറവുള്ള ഭക്ഷണക്രമമാണ്. സോഡിയത്തിന്റെ അളവ് കൂട്ടാത്ത, സോഡിയത്തിന്റെ അളവ് മാക്സിമം കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണക്രമമാണ് ലോ സോഡിയം ഡയറ്റ്. ആർക്കായിരിക്കും പ്രധാനമായിട്ടും യൂസ് ചെയ്യാം? ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾക്കൊക്കെയാണ് സാധാരണ ലോ സോഡിയം ഡയറ്റുകൾ നമ്മൾ സാധാരണ പ്രിഫർ ചെയ്യാം കേട്ടോ. അടുത്തതാണ് സോഫ്റ്റ് ഡയറ്റ്. അതെന്താ? ഭക്ഷണം ഭയങ്കര സോഫ്റ്റ് ഇൻ ടെക്സ്ചർ ആയിരിക്കും, ഈസി ടു ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡയറ്റ് ആണ്. സോഫ്റ്റ് ഡയറ്റ് ആർക്കൊക്കെ കൊടുക്കാറ് നമ്മള്? ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം, എളുപ്പത്തിൽ ദഹിക്കാവുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം എന്നൊക്കെ പറയാനല്ലേ. ബ്ലോക്ക് വന്നവരാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മേജർ സർജറീസ് കഴിഞ്ഞ ആളുകളാവാം അല്ലെ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരാവാം, കിടപ്പ് രോഗികളാവാം, അല്ലെങ്കിൽ എന്താണ് ഡൈജഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാവാം ഇല്ലേ. ഇവർക്കൊക്കെ പറയാറുള്ളതാണ് അല്ലെ സോഫ്റ്റ് ഡയറ്റ് പാലിക്കാന്നുള്ളത് ഇല്ലേ. അങ്ങനെ ഒരുപാട് പേഷ്യൻസിന് പല പല കണ്ടീഷൻസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ അടുത്തതാണ് ഡയബറ്റിക് ഡയറ്റ്. അതറിയാലോ, ഏത് പേഷ്യൻസിനാണ് പേരിൽ നിന്ന് അറിയില്ലേ? അതെ, ഷുഗർ രോഗി അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് യൂസ് ചെയ്യുന്ന ഡയറ്റ് ആണ്. ദെൻ അടുത്തത് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡയറ്റ് ആണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. വിറ്റാമിൻ കുറവുള്ളവർക്കാവും, പ്രഗ്നന്റ് ലേഡീസിന് പറയാറുണ്ട് ഇല്ലേ, പ്രോട്ടീൻ ഡയറ്റുകൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ ഫിറ്റ്നസ് ആയിട്ട് ബന്ധപ്പെട്ട് ജിമ്മിലും കാര്യങ്ങളിലൊക്കെ പോകുന്ന ആളുകളില്ലേ, ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകള്, അവര് പ്രോട്ടീൻ ഷേക്കുകൾ കുടിക്കാറുണ്ടല്ലോ. അപ്പൊ അതുപോലെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡയറ്റാണ്, നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡയറ്റ് ആണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ലിക്വിഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലിക്വിഡ് ആയിട്ടുള്ള ആയിരിക്കും, ലിക്വിഡ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഫുഡ് ഉണ്ടാവുക. എല്ലാം ലിക്വിഡ് രൂപത്തിൽ, ജ്യൂസസോ അല്ലെങ്കിൽ ഫ്ലൂയിഡ് രൂപത്തിലുള്ളതായിരിക്കും ഉണ്ടാവുക. അതെ, കട്ടിയുള്ള ആഹാരങ്ങളൊന്നും കഴിക്കാൻ പറ്റാത്ത, അതുപോലെ ഇപ്പൊ ചിലർക്ക് ട്യൂബിട്ട ആളുകളൊക്കെ ആണെങ്കിൽ ചിലര് അതായത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ ലിക്വിഡ് ഡയറ്റുകളൊക്കെ ഫോളോ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഫുഡിന്റെ കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവർ ഫോളോ ചെയ്യാറുണ്ട്. അല്ല എങ്കിൽ പറഞ്ഞ പോലെ ഫുഡൊന്നും ചവച്ചരിച്ച് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള അറിയപ്പെടുന്ന കിടപ്പ് രോഗികളോ കാര്യങ്ങളോ ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. അല്ലെങ്കിൽ മേജർ ആയിട്ട് നമ്മുടെ ത്രോട്ടിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ മൗത്തിന്റെ ഭാഗത്തോ മേജർ സർജറിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡയജസ്റ്റീവ് ട്രാക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സർജറികൾ ചെയ്തിട്ടുള്ളവരൊക്കെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ട്യൂബ് വഴിയൊക്കെ ആയിരിക്കും സാധാരണ ലിക്വിഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കും കൊടുക്കുക അല്ലെ. ഇപ്പൊ എല്ലാം ലിക്വിഡ് ഫോമിലായിരിക്കും ഈ ഒരു ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ. ജ്യൂസസോ കാര്യങ്ങളൊക്കെ ഫ്ലൂയിഡ് ലെവലിലുള്ളതായിരിക്കും. അപ്പൊ ഇത്രയും നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ്, ഇത് മാത്രമല്ല ഇത് അല്ലാതെയും ഒരുപാട് എക്സാമ്പിളുകൾ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഈ ഒരു 7 മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ അതിൽ കുറച്ച് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എന്താണ് ഡയറ്റുകളെ കുറിച്ചുള്ള എക്സാമ്പിളുകളാണ്. അതൊന്ന് വേഗം വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാണേ. നെക്സ്റ്റ് വണ്ണാണ് ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം, അതിന്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ ദാറ്റ് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് പ്രിഫറബിളി ലൊക്കേറ്റഡ്. സാധാരണയായിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു ലൊക്കേഷൻ സാധാരണയായിട്ട് അനുയോജ്യമായിട്ട് വെക്കേണ്ട ഇടം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്, താഴത്തെ നിലയിൽ തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ് ഗ്രൗണ്ട് ഫ്ലോർ ആണ് അനുയോജ്യം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് പറയുന്നത്? എല്ലാ ഹോസ്പിറ്റലും അപ്പൊ നിങ്ങൾ ചോദിക്കും മിസ്സേ, നമ്മൾ എല്ലാ ഹോസ്പിറ്റലിലും ചെല്ലുമ്പോ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയൊന്നും അല്ല അല്ലെ കാണാറ്. എളുപ്പത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഭക്ഷണമൊക്കെ പാകം ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പം ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ് അല്ലെ. അതുപോലെ തന്നെ അവിടേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ കാര്യങ്ങൾ എളുപ്പത്തിൽ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് എളുപ്പം ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. സോ അതുകൊണ്ടാണ് ആ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇടം എന്ന് പറയുന്നത്. എന്ന് കരുതി എല്ലാ ഹോസ്പിറ്റലും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വെക്കുന്ന നിർബന്ധമായിട്ടല്ല നമ്മൾ പറയുന്നത് കേട്ടോ. അനുയോജ്യമായിട്ടുള്ള ഇടം ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഇപ്പൊ ചില ഹോസ്പിറ്റലുകളിൽ മതിയായ സൗകര്യങ്ങൾ ഇല്ലാതെ വരുമ്പോൾ അവർ സെക്കൻഡ് ഫ്ലോറിലോ തേർഡ് ഫ്ലോറിലോട്ടൊക്കെ മൂവ് ചെയ്യാറുണ്ട് ഇല്ലേ.
ചില ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻസ് ഒക്കെ മുകളിലത്തെ നിലകളിലായിരിക്കും. കണ്ടിട്ടില്ലേ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിൽ? എല്ലാം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആവണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പൊ അവിടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ പരിമിതികൾക്കനുസരിച്ച് സ്പേസുകൾ മാറാം, അല്ലെങ്കിൽ ലൊക്കേഷൻസ് മാറാം. പക്ഷെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇടം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെ തന്നെയാണ്? ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ചോദിക്കാം കേട്ടോ, ഏതാണ് പ്രിഫറബിളി ലൊക്കേറ്റഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രിഫറബിൾ ലൊക്കേഷൻ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. പിന്നെ ഓരോ ഹോസ്പിറ്റലിന്റെയും സ്ഥലപരിമിതികൾക്കനുസരിച്ച് പൊസിഷനുകളിൽ ലൊക്കേഷൻസിന് വ്യത്യാസം വരാം. Then the design and physical facilities of the department have an importance on the standard of food service, labor cost and the morale of employees. അതുപോലെ തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട അതിന്റെ ഡിസൈൻ, അവിടുത്തെ അതിന്റെ ഒരു ഫിസിക്കൽ ഫെസിലിറ്റീസ്, ആ ഒരു ഭൗതിക സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു രൂപരേഖ, അല്ലെങ്കിൽ ആ ഒരു ഡിസൈനും അതിന്റെ ഭംഗിയും കാര്യങ്ങളും എല്ലാം, that department have an importance on the standard of food service, ലേബർ കോസ്റ്റ് ആൻഡ് മൊറൈൽ ഓഫ് എംപ്ലോയീസ് എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വളരെ നല്ലൊരു ഡിസൈനിലാണ് നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു ഭൗതിക സൗകര്യം അല്ലെങ്കിൽ ഫിസിക്കൽ ഫെസിലിറ്റി എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിനൊരു പ്രാധാന്യമുണ്ട് അല്ലെ. അതിലൂടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നൽകുന്ന ഫുഡ് സർവീസുകളുടെ സ്റ്റാൻഡേർഡും മികച്ചതാവും. ശരിയല്ലേ? അവരുടെ ലേബർ കോസ്റ്റ്, അതുപോലെ തൊഴിലാളികളുടെ സാലറീസ് ഓഫ് വർക്കേഴ്സിന്റെ സാലറിയിലും ഒരു നല്ലൊരു നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ എംപ്ലോയീസിന്റെ മൊറൈൽ, അല്ലെങ്കിൽ അവരുടെ മനോവീര്യം, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ലെവലും ആ ഒരു എന്താണ് ആ ഒരു ആൾക്കാരെ ഫേസ് ചെയ്യുന്ന ആ ഒരു രീതിയും ഒക്കെ നമുക്ക് മികച്ചതാക്കാനായിട്ട് പറ്റുമോ? അതൊന്നോ അത് നിങ്ങൾ ഡിഫറൻസ് ചെയ്തിട്ട് മനസ്സിലാക്കിയാൽ പറ്റും. നമ്മളൊരു സാധാ ഒരു ഹോട്ടലിൽ ചെല്ലുന്നതോ ഒരു വലിയ 5 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടലുകളിൽ ചെല്ലുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. രണ്ടിന്റെയും ഡിസൈനുകളിൽ വ്യത്യാസമുണ്ട് ഇല്ലേ? രണ്ടിന്റെയും ഫിസിക്കൽ ഫെസിലിറ്റീസിൽ വ്യത്യാസമുണ്ട് ഇല്ലേ? നമുക്ക് ഇരിക്കുന്ന ആ ഒരു സീറ്റിങ്ങും കാര്യങ്ങളിലും അവിടുത്തെ മറ്റ് ഫെസിലിറ്റികളിലും ഒക്കെ വ്യത്യാസം വരുന്നില്ലേ? വരുന്നുണ്ടോ? ഒരു സാധാ ഹോട്ടലിൽ പോകുന്നതും നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഉണ്ട് അല്ലെ? അപ്പൊ ആ ഒരു ഫെസിലിറ്റികളിലും അതിന്റെ ഡിസൈനിലും ഒക്കെ വ്യത്യാസം വരുന്നത്, ആ ഒരു വ്യത്യാസം ഒരു പ്രാധാന്യമുണ്ട് അല്ലെ, അതിനൊരു പ്രാധാന്യമുണ്ട് ഇല്ലേ, ഇമ്പോർട്ടൻസ് ഇല്ലേ? കാരണം എന്താ, ഒരു സാധാ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മതിയായ ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. പരിമിതമായ ഇടങ്ങളിലായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇരിക്കേണ്ടി വരുന്നതും മറ്റു ഫെസിലിറ്റി ഒക്കെ അങ്ങനെ തന്നെയായിരിക്കും അല്ലേ. അപ്പൊ അതിനനുസരിച്ച് തന്നെ അവിടുത്തെ സ്റ്റാഫുകളായിക്കോട്ടെ, അവരുടെ ഒരു ഫുഡ് സർവീസ് ചെയ്യുന്ന ആ ഒരു നിലവാരമായിക്കോട്ടെ, അതിലും വ്യത്യാസം ഉണ്ടാവില്ലേ? ഇല്ലേ? അവിടുത്തെ ആ ഒരു ഭൗതിക സൗകര്യങ്ങൾക്കനുസരിച്ചാണ് അവിടെ ഫുഡ് സർവീസ് ചെയ്യുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. അവിടുത്തെ എംപ്ലോയീസിന്റെ ലേബർ കോസ്റ്റ്, അവരുടെ ആ ഒരു തൊഴിലാളികളുടെ ആ ഒരു സാലറിയിൽ വ്യത്യാസം ഉണ്ടാവും. എംപ്ലോയീസിന്റെ ആ ഒരു മനോവീര്യം അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസിനും വ്യത്യാസം ഉണ്ടാവും അല്ലേ. അത് സാധാ ഒരു ഹോട്ടലിനെ വെച്ച് നോക്കുമ്പോഴോ ഒരു 5 സ്റ്റാർ ഹോട്ടലിനെ വെച്ച് നോക്കുമ്പോഴോ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ. ഒരു 5 സ്റ്റാർ ഹോട്ടലിലാവുമ്പോൾ എന്താ, അവിടെ അത്രയും നല്ല രീതിയിലുള്ള ഫെസിലിറ്റി ആയതുകൊണ്ട് അവര് തരുന്ന ഫുഡ് സർവീസ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഫുഡിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി മാത്രമല്ലാണ്ട് പറയുന്നത്, ഓവറോൾ ആയിട്ട് അവരുടെ ആ ഒരു സർവീസ് എന്ന് പറയുന്നത് മികച്ചതായിരിക്കും ഇല്ലേ. അവിടുത്തെ എംപ്ലോയീസിന്റെ സാലറിയും മികച്ചതായിരിക്കും. അവർ നമ്മളോട് പെരുമാറുന്ന ബിഹേവിയറിലും നല്ലതായിരിക്കും അല്ലെ. അതുപോലെ എംപ്ലോയീസിന് ആ ഒരു മനോവീര്യം അല്ലെങ്കിൽ അവർ നല്ല കോൺഫിഡൻസോട് കൂടിയായിരിക്കും അവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനെയും ഡീൽ ചെയ്യുന്നത് അല്ലെ. അപ്പൊ എപ്പോഴും ഏതൊരു ഡിപ്പാർട്ട്മെന്റിന്റെ ആണെങ്കിലും അതിന്റെ ഡിസൈൻ, പ്രത്യേകിച്ച് ഫുഡ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈനും അവിടുത്തെ ഫിസിക്കൽ ഫെസിലിറ്റീസും എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? അവരുടെ ഫുഡ് സർവീസുമായി ബന്ധപ്പെട്ടും ലേബർ കോസ്റ്റുമായി ബന്ധപ്പെട്ടും എംപ്ലോയീസിന്റെ മനോവീര്യവുമായി ബന്ധപ്പെട്ടും റിലേറ്റഡ് ആണ്. ഇവ അതിലൊരു പ്രാധാന്യം നൽകുന്നുണ്ട്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് സ്റ്റാഫിംഗ് ആണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് സ്റ്റാഫിംഗ് എങ്ങനെയാണ്, നമ്മൾ ഓർഗനോഗ്രാം ഒക്കെ പഠിച്ചല്ലോ, അത് തന്നെയാണ് കേട്ടോ ഇവിടെ സ്റ്റാഫിംഗ് എങ്ങനെയാണെന്നുള്ളത്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ട് വരുന്ന മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ആണ്. അവരുടെ കീഴില് ചീഫ് ഡയറ്റീഷ്യൻ വരുന്നുണ്ട്, അതിന്റെ കീഴില് ഡയറ്റീഷ്യൻസ് വരുന്നുണ്ട്, ഡയറ്റീഷ്യന്റെ കീഴില് സൂപ്പർവൈസർ വരുന്നുണ്ട്, സൂപ്പർവൈസറിന്റെ കീഴില് 2 ഗ്രൂപ്പാണ് വരുന്നത്. ഫസ്റ്റ് വൺ ആണ് കുക്ക്, സെക്കൻഡ് വൺ ബെയറസ്. ബെയറസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡൊക്കെ ഡെലിവറി ചെയ്യുന്നവരാണ്
കുക്കിന്റെ കീഴിൽ അസിസ്റ്റന്റ് കുക്ക് ഉണ്ട്, ബെയറേഴ്സിന്റെ കീഴിൽ ക്ലീനേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും ആ ഒരു വളരെ എളുപ്പത്തിൽ പഠിക്കാം, വളരെ കുറച്ചുള്ളൂ കേട്ടോ. അപ്പൊ മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ആ ഒരു ഫ്ലോയിൽ തന്നെ പഠിച്ചു വെക്കാം. മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്, അതിന് കീഴിൽ ചീഫ് ഡയറ്റീഷ്യൻ, അതിന് കീഴിൽ ഡയറ്റീഷ്യൻ, അതിന് കീഴിൽ സൂപ്പർവൈസർ. സൂപ്പർവൈസറിന്റെ കീഴിൽ 2 കൂട്ടരുണ്ട്, കുക്കും ബെയറേഴ്സും. കുക്കിന് കീഴിൽ അസിസ്റ്റന്റ് കുക്കും ബെയറേഴ്സിന് കീഴിൽ ക്ലീനേഴ്സും വരുന്നുണ്ട്. ഇവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, നെക്സ്റ്റ് ആണ് റോൾ ഓഫ് ഡയറ്റീഷ്യൻ. നോക്കിയേ, റോൾ ഓഫ് ഡയറ്റീഷ്യനില് 4 റോൾസ് ആണ്, ഡയറ്റീഷ്യന്റെ റോൾസ് ആണ് പറയുന്നത്. 4 എണ്ണമാണ്. ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അപ്പൊ റോൾസിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് 4 പേര് പഠിച്ചു വെക്കുക. ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഇനി ഇത് ഓരോന്നും നമ്മൾ പഠിക്കാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, ആ പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഇൻപേഷ്യൻസിന് കൊടുക്കുന്ന കാറ്ററിംഗ് അല്ലെ? അതായത് ഇൻപേഷ്യൻസിന് എന്ത് കൊടുക്കുന്നു? കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ അതിൽ എന്താ കൊടുക്കുന്നേ? നമ്മൾ ഒരു കാറ്ററിംഗ് സർവീസിനെ വിളിച്ച് എന്താ ഓർഡർ ചെയ്യുന്നേ? ഫുഡ് അല്ലെ? അപ്പൊ ഇവിടെയും ഇൻപേഷ്യൻസിന് കൊടുക്കുന്ന ഫുഡുമായി ബന്ധപ്പെട്ട റോളാ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് ഡീൽ വിത്ത് ദ പ്രൊവിഷൻ ഓഫ് മീൽസ് ടു ദ പേഷ്യന്റ് ഹു ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ഇൻപേഷ്യന്റ് എന്ന് പറയുമ്പോൾ ആരാ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത് അല്ലെ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ അല്ലേ നമ്മൾ ഇൻപേഷ്യന്റ് എന്ന് പറയാ? അത് അപ്പൊ ഇവിടെ ഇറ്റ് ഡീൽസ് വിത്ത് ദ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്ന റോളിൽ പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് മീൽസ് ടു ദ പേഷ്യൻസ്. എങ്ങനെയുള്ളതാണ്? പേഷ്യൻസിനാണ് നമ്മൾ ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നത്. ഹു ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിട്ടുള്ള ഇൻപേഷ്യൻസിന് വേണ്ടിയുള്ള ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ നൽകുന്നതിനെ കൈകാര്യം ചെയ്യുന്ന ഒരിടമാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്ന റോള്. ഇറ്റ് ഷുഡ് ബി എ ബാലൻസ്ഡ് ഡയറ്റ്. ഇനി നമുക്ക് കൊടുക്കാവുന്ന ഭക്ഷണം നമുക്ക് തോന്നുന്ന പോലെ കൊടുക്കാൻ പറ്റുമോ? ഒരു പേഷ്യന്റിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമുക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ? അതെപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം അല്ലെ? ഒരു സമീകൃത ആഹാരമായിരിക്കണം. ദാറ്റ് പ്രൊവൈഡ്, ആ ഒരു നല്ല ഡയറ്റ് ആയിരിക്കണം. അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? സഫിഷ്യന്റ് കലോറി അല്ലെ? മതിയായിട്ടുള്ള അവരുടെ ന്യൂട്രീഷണൽ നീഡ്സിനനുസരിച്ച് അവർക്ക് മതിയായ കലോറീസ് ഉൾപ്പെട്ടിട്ടുള്ള, കൺസിഡറിംഗ് ദ ടൈപ്പ് ഓഫ് അണ്ടർലൈങ് ഇൽനസ്, അവരുടെ രോഗാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം അല്ലെ? ഇനി എന്തെങ്കിലും എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ് അവരുടെ ബോഡിക്ക് ആവശ്യമാണോ? അവരുടെ നോർമൽ ഫുഡ് ഹാബിറ്റ് ഓഫ് പേഷ്യൻസ് ഇൻ ദ സ്റ്റേറ്റ്. ഓരോ സംസ്ഥാനത്തെയും പേഷ്യൻസിന്റെ ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമല്ലേ? അല്ലേ? നമ്മുടെ കേരളത്തിലെ ഫുഡ് ഹാബിറ്റ് ആണോ നെക്സ്റ്റ് അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് നോക്കുമ്പോ? അല്ല അല്ലെ? അപ്പൊ ഓരോ സ്റ്റേറ്റിലെയും ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. നമുക്ക് ചോറ് അല്ലെങ്കിൽ റൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അല്ലെ? ഒരു നേരമെങ്കിലും നമ്മളത് കഴിക്കും, ശരിയല്ലേ? ചോറൊക്കെ കഴിക്കാത്ത അല്ലെങ്കിൽ റൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും അല്ലെ? ചിലർക്ക് ബുദ്ധിമുട്ടാണ്. ചിലർ പറയും അല്ലെ, ഇന്ന് രാത്രി ചോറ് കഴിക്കാത്ത എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല എന്ന് പറയാവുന്ന ആളുകളുണ്ട് അല്ലെ? നമ്മുടെ ഫുഡ് ഹാബിറ്റ് അങ്ങനെ ആയിപ്പോയി. അപ്പൊ അത് ആരുടെയും കുറ്റമല്ല, ഫുഡ് ഹാബിറ്റ് ആണ് നമ്മുടെ അല്ലെ? അപ്പൊ അതേസമയം നോർത്ത് ഇന്ത്യയിലേക്ക് പോയാലോ, അവർ കുറച്ചും കൂടി വീറ്റിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ശരിയല്ലേ? അവർക്ക് വീറ്റില്ല എങ്കിലാണ്, വീറ്റുമായി ബന്ധപ്പെട്ട ഇപ്പൊ ചപ്പാത്തി അങ്ങനെയുള്ള സാധനങ്ങളിലാണ് അവർ കൂടുതലും അത് കേന്ദ്രീകരിക്കുന്നത്. ഫുഡ് ഹാബിറ്റ് അവർ അങ്ങനെയാണ്. അപ്പൊ അതുപോലെ ഇപ്പൊ നമ്മൾ ഏത് സംസ്ഥാനത്താണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്, ഓരോ സ്റ്റേറ്റിനെയും ഫുഡ് ഹാബിറ്റിനനുസരിച്ചുള്ള ഒരു ഡയറ്റ് പ്രകാരമുള്ള ഭക്ഷണം അല്ലേ അവർക്ക് കൊടുക്കേണ്ടത്. അല്ലാതെ അവരുടെ മുഴുവൻ ഭക്ഷണക്രമത്തെയും നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ റൈസുമായി ബന്ധപ്പെട്ട് ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ അരിയാഹാരങ്ങളാണ് നമ്മൾ കൂടുതൽ കഴിക്കുക.
അപ്പൊ അത് കുറവ് വരുത്താം. അല്ലാതെ ഇത് പൂർണ്ണമായും മാറ്റി വേറെ ഫുഡ് കൊണ്ടുവന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും സാധിക്കില്ല അല്ലെ. പതുക്കെ പതുക്കെ അവരിലെ മാറ്റിയെടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ നമ്മൾ ചെയ്യുന്നത് അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് ഭക്ഷണങ്ങൾ നൽകുന്നു. അതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്ന ഡയറ്റീഷ്യന്റെ റോള്. അത് ക്ലിയർ അല്ലേ? ഇനി കൊടുക്കുന്ന ഭക്ഷണം എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം, സമീകൃത ആഹാരമായിരിക്കണം. അവർക്ക് ആവശ്യമായിട്ടുള്ള മതിയായ അളവിലുള്ള സഫീഷ്യന്റ് കലോറീസും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് അവരുടെ ആ ഒരു രോഗാവസ്ഥ എന്താണെന്ന് പരിഗണിച്ചുകൊണ്ട് അതിനനുസരിച്ച് അവർക്ക് എന്ത് എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ് ആണോ ആവശ്യം അത് മനസ്സിലാക്കുക. അവരുടെ ആ ഒരു സ്റ്റേറ്റ്, അവർ താമസിക്കുന്ന ആ ഒരു സ്റ്റേറ്റിലെ ഫുഡ് ഹാബിറ്റ് എന്താണ് അതിനെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുത്തലും, കുറച്ച് കാര്യങ്ങൾ മാറ്റം വരുത്താം, കുറച്ച് കാര്യങ്ങളുടെ ക്വാണ്ടിറ്റിയിൽ കുറവ് വരുത്താം അല്ലെ. റൈസ് എന്ന് പറയുന്ന സാധനത്തിന്റെ അളവിൽ മിക്ക ഹോസ്പിറ്റലിൽ അങ്ങനെയാ. ചിലർക്ക് ഉച്ചയ്ക്ക് ഊണ് തന്നെയായിരിക്കും, ചോറ് തന്നെയായിരിക്കും കൊടുക്കുക അല്ലെ. പക്ഷെ കുറഞ്ഞ അളവിലേ കൊടുക്കുള്ളൂ. അല്ലാതെ അവർ തിന്നുന്ന പോലെ ഒരുപാട് അങ്ങ് കൊടുക്കില്ല. കുറഞ്ഞ അളവിൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കൊടുക്കും. അതിന്റെ കൂടെ മറ്റ് സാധനങ്ങൾ, വെജിറ്റബിൾസ് കാര്യങ്ങൾ കൂടുതൽ എമൗണ്ടിൽ കൊടുക്കും അല്ലെ. അപ്പൊ അവരുടെ ഫുഡ് ഹാബിറ്റിനെ മുഴുവൻ നമ്മൾ അങ്ങ് മാറ്റുന്നില്ല, അത് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ചെറിയ ചെറിയ അത്യാവശ്യമായ മാറ്റങ്ങളും ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി കൊടുക്കുന്ന ഒരു ബാലൻസ്ഡ് ഡയറ്റിലൂടെയാണ് നമ്മൾ ഇൻപേഷ്യൻസിന് ഫുഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്താന്ന് മനസ്സിലായോ? അതെ, അളവ് കുറച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ മറ്റ് വെജിറ്റബിൾസ് കാര്യങ്ങൾ, അങ്ങനെയുള്ള സാലഡ്സ് കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കും അല്ലെ. ക്ലിയർ ആണോ? ഇൻപേഷ്യന്റ് കാറ്ററിംഗ് മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വണ് ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണ് ഡയറ്റ് കൗൺസിലിംഗ് പേര് കൊണ്ട് തന്നെ അറിയാലോ. നമുക്ക് ഇൻപേഷ്യൻസ് ആയിക്കോട്ടെ ഔട്ട് പേഷ്യൻസ് ആയിക്കോട്ടെ അവർക്ക് ഡയറ്റ് കൗൺസിലിംഗുകൾ പ്രൊവൈഡ് ചെയ്യും. ഡയറ്റുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗുകൾ കൊടുക്കാറുണ്ട് അല്ലെ. നോക്കി, ക്യാൻ ബി ഗിവൺ ആസ് ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്. ഒരു ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡയറ്റ് കൗൺസിലിംഗുകൾ കൊടുക്കുന്നത്. When patients are referred by clinicians, dietitians to calculate their dietary needs in view of the body weight, underlying disease, food habit availability, acceptability of various foods depending upon the economic condition of each patient. അപ്പൊ ഇവിടെ നമ്മളൊരു ഡയറ്റ് കൗൺസിലിംഗിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്നത് എങ്ങനെയാ? നമ്മളൊരു ഹോസ്പിറ്റലിൽ നേരിട്ട് ഒരു ഡയറ്റീഷ്യനെ കാണാനാണോ അങ്ങ് പോകുന്നത്? ആണോ? നേരിട്ട് നമ്മളൊരു ഡയറ്റീഷ്യനെ കാണാനാണോ ഒരു ഹോസ്പിറ്റലിൽ സാധാരണ പോവാറ്? അല്ല അല്ലെ. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഡോക്ടറിനെ നമ്മുടെ രോഗത്തെ കാണിക്കാൻ വേണ്ടിട്ട് പോകുന്നതായിരിക്കും അല്ലെ. അവിടെ നിന്ന് റെഫർ ചെയ്താണ് നമ്മൾ ഡയറ്റീഷ്യന്റെ അടുത്തേക്ക് വരാം, ശരിയല്ലേ? ഏതെങ്കിലും ഒരു ക്ലിനിക്കൽ ഡോക്ടർ റെഫർ ചെയ്തിട്ടാണ് നമ്മള് ഡയറ്റീഷ്യന്റെ അടുത്തേക്ക് എത്തുന്നത് അല്ലെ. നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള രോഗാവസ്ഥകൾ നിങ്ങൾക്കുണ്ട്, അപ്പൊ നിങ്ങൾ ഒരു ഡയറ്റീഷ്യന്റെ സഹായം ആവശ്യമാണ്. അപ്പൊ അതിനു വേണ്ടി ഞാൻ അവിടേക്ക് റെക്കമെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒരു ഡയറ്റീഷ്യന്റെ അടുത്തേക്ക് എത്തിപ്പെടുന്നത്, ശരിയല്ലേ? അപ്പൊ അവിടെ ഒരു ഡയറ്റീഷ്യനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ഡയറ്റ് ക്ലിനിക് ഉണ്ടായിരിക്കും. അവിടേക്ക് നമ്മൾ ആ ഹോസ്പിറ്റലിലെ ഡയറ്റ് ക്ലിനിക്കിലേക്ക് എത്തിക്കഴിഞ്ഞു ഗൈനക്കോളജിസ്റ്റ് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സും സാധാരണ ഒരു ഡയറ്റീഷ്യന്റെ അടുത്തേക്ക് നമ്മൾ അവരെ കണ്ടതിന് ശേഷമാണ് എന്ത് ചെയ്യാറ്? റെഫർ ചെയ്ത് എത്തുന്നത്. അങ്ങനെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഡയറ്റീഷ്യന് ഇവർക്ക് ആ ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു ഡയറ്റ് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. കുറെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അവർക്ക് ഒരു ഇൻപേഷ്യന്റ് ആയിക്കോട്ടെ ഔട്ട് പേഷ്യന്റ് ആയിക്കോട്ടെ ഒരു ഡയറ്റ് തയ്യാറാക്കി നൽകുന്നത്, ശരിയല്ലേ? ഒന്നാമത്തെ കാര്യം അവരുടെ ബോഡി വെയിറ്റ് നോക്കും. അവരുടെ ബോഡി വെയിറ്റ് എങ്ങനെയാണ്, അവരുടെ രോഗാവസ്ഥ എങ്ങനെയാണ്, എന്ത് ഫുഡ് ഹാബിറ്റ് ആണ് അവർക്ക് ലഭ്യമായിട്ടുള്ളത്, അവർ കഴിക്കുന്ന ഫുഡ് ഹാബിറ്റ് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഏതൊക്കെ ഭക്ഷണങ്ങളൊക്കെ അവർക്ക് സ്വീകാര്യമാണ്. ചില ആളുകൾ നോൺ വെജ് കഴിക്കാത്ത ആളുകളുണ്ടാവും, ചില ആളുകൾ വെജിറ്റേറിയൻസ് മാത്രമായിരിക്കും അല്ലെ. അപ്പൊ ഇവർക്ക് ഡയറ്റില് നോൺ വെജ് ഉൾപ്പെടുത്തിയാൽ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് സ്വീകാര്യമായിരിക്കും അത്? അല്ല. അപ്പൊ അവർക്ക് ഏതൊക്കെ ഫുഡ് ഹാബിറ്റ് സ്വീകാര്യമാണ്, അക്സെപ്റ്റബിൾ ആണ് എന്ന് നോക്കണം, വേണ്ടേ? ഏതൊക്കെ അവർക്ക് ലഭ്യമായി കിട്ടുന്നുണ്ടെന്ന് നോക്കണം, വേണ്ടേ? ചിലപ്പോ ഡയറ്റില് നമുക്ക് ഇവിടെ ഒന്നും ലഭ്യമല്ലാത്ത കുറെ സാധനങ്ങളൊക്കെ അവർ ഡയറ്റിൽ ഉൾപ്പെടുത്തി അത് വാങ്ങാൻ പോയി നമ്മൾ ഒരുപാട് കടകളിൽ കയറി ഇറങ്ങേണ്ടി വരും അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു ഡയറ്റ് ആണ്, നമുക്ക് അവൈലബിൾ അല്ലാത്ത ഫുഡുകളും കാര്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള ഒരു ഡയറ്റ് ആണ്. നമുക്കത് എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ.
അതുപോലെ തന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ഈച്ച് പേഷ്യന്റ്, ഓരോ പേഷ്യന്റിനെയും സാമ്പത്തിക സ്ഥിതി കൂടി നോക്കണം. വേണോ? സാമ്പത്തിക സ്ഥിതി നോക്കണോ? വേണം. എന്തുകൊണ്ടാണ്? ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു സാധാരണക്കാരന് വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്തിയ ഡയറ്റ് എല്ലാ ദിവസവും ഫോളോ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലെ? കാരണം ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും അത് ഉൾപ്പെടുത്താനും ഫുഡ് അത് സാധിക്കില്ല അല്ലെ? അപ്പൊ അങ്ങനെയാവുമ്പോ അവരുടെ എക്കണോമിക് കണ്ടീഷൻ, അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്, അവർ ഏതൊക്കെ ഫുഡ് ഹാബിറ്റുകളാണ് അവർ ഫോളോ ചെയ്യുന്നത്, അവർക്ക് ഏതൊക്കെ ഭക്ഷണങ്ങൾ അവൈലബിൾ ആയിട്ട് കിട്ടും, അതുപോലെ തന്നെ ഏതൊക്കെ ഭക്ഷണങ്ങൾ അവർക്ക് സ്വീകാര്യമാണ്, അവരുടെ രോഗാവസ്ഥകൾ എന്താണ്, ആ രോഗത്തിന്റെ തരം എന്താണ്, അവരുടെ ബോഡി വെയിറ്റ് എന്താണ്, ഇത്തരം കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പരിഗണിച്ചുകൊണ്ട് അവരുടെ ഡയറ്റുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ മനസ്സിലാക്കി ഒരു ഡയറ്റീഷ്യൻ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവർക്ക് ആ ഡയറ്റുമായി ബന്ധപ്പെട്ട കൗൺസിലിങ്ങുകളും ഡയറ്റുകളും പ്രിപ്പയർ ചെയ്ത് നൽകുന്നത്. ക്ലിയർ ആണോ? ഇത് മനസ്സിലായോ? Then patients are usually given a diet to be followed by them along with certain food and neither to be discarded or to be preferred. അപ്പൊ ഇങ്ങനെ നമ്മളെ ഡയറ്റീഷ്യൻ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു ഡയറ്റ് തയ്യാറാക്കി നൽകുമ്പോൾ നമ്മളത് പാലിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ അല്ലേ? നമ്മൾ ഫോളോ ചെയ്താലല്ലേ നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അതിന്റെ ഫലമായിട്ട് നമ്മൾ ചില ഭക്ഷണങ്ങൾ എന്ത് ചെയ്യും? ഡിസ്കാർഡ് ചെയ്യേണ്ടതായിട്ട് വരും, ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും ഇല്ലേ? ഷുഗർ ഉള്ള പേഷ്യൻസ് ആണ് എങ്കിൽ അവർക്ക് മധുരം ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ? മധുരമുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് ഇഷ്ടമായിരിക്കും. പക്ഷെ ഇത് അവർക്ക് കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പാടുണ്ടോ? ഇല്ല. അത് അവർ അവോയ്ഡ് ചെയ്തേ മതിയാവുള്ളൂ അല്ലെ? നല്ലൊരു റിസൾട്ട് അവർക്ക് കിട്ടണമെങ്കിൽ ഈ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ചില ഭക്ഷണങ്ങൾ അവർക്ക് ഡിസ്കാർഡ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങൾ പ്രിഫറബിൾ ആയിട്ട് മുൻഗണന കൊടുത്തുകൊണ്ട് ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരാം അല്ലേ? ചില ആളുകളൊക്കെ ഇപ്പൊ എന്താണ്, ചില ആളുകൾക്ക് ചില വെജിറ്റബിൾസോ കാര്യങ്ങളോ ഒന്നും അവർ കഴിക്കില്ല, കണ്ടിട്ടില്ലേ? ചില ഐറ്റംസ് ഒന്നും അവർക്ക് അത്ര താല്പര്യമില്ലാതെ മാറ്റി വെച്ചിരിക്കുന്ന ഐറ്റംസ് ആയിരിക്കും. എല്ലാവർക്കും എന്താവും അല്ലെ? നമുക്ക് ഇഷ്ടമല്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ അല്ലെ? അത്തരം കാര്യങ്ങൾ നമ്മുടെ ഹെൽത്തിന് നല്ലതാണെങ്കിൽ ഈ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? മുൻഗണന കൊടുത്ത് ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരില്ലേ? അല്ലെങ്കിൽ കഴിക്കേണ്ടതായിട്ടും വരും അല്ലെ? ചിലത് മാറ്റിക്കളയാൻ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലത് നമുക്ക് താല്പര്യമില്ലെങ്കിൽ പോലും മുൻഗണന കൊടുത്തുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തി കഴിക്കേണ്ടതായിട്ട് വരുമോ? അതാണ് ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്ന റോളിൽ പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇൻപേഷ്യന്റ് കാറ്ററിംഗും ഡയറ്റ് കൗൺസിലിംഗും വായിച്ചിട്ട് വന്നോ കേട്ടോ. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം. നെക്സ്റ്റ് ഭാഗം നമുക്ക് അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.